തലചായ്ക്കാൻ വീട് പോലും ഇല്ലാത്ത ഒരു തെരുവ് വേശ്യയുടെ മകനാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലൈംഗികതയുടെ ലഹരി നിറച്ച ഈ തെരുവ് നിർമ്മിച്ചത് എൻ്റെ അമ്മ അല്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ്. തെരുവ് തെണ്ടിയാണെങ്കിലും എനിക്ക് അക്ഷരവിദ്യാഭ്യാസമുണ്ട്. എൻ്റെ 17ാമത്തെ പ്രായത്തിലാണ് കയ്യിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഞാൻ തന്നിഷ്ടത്തോടെ ചേർന്നത്. ഭാഷകളും ഇന്ന് ജീവിക്കാൻ ആശ്രയിക്കുന്ന കൈത്തൊഴിലുകളും അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. മേൽപ്പറഞ്ഞ സ്കൂൾ എന്നാൽ മൊബൈൽ ഫോൺ എന്ന ആശയവിനിമയ സന്തത സഹചാരിയാണ് കേട്ടോ. അന്ന് ഞാൻ കീറിയ നിക്കറും ഒക്കാത്ത കുപ്പായവുമിട്ട് മൂക്കളയൊളിപ്പിച്ച് തെണ്ടി ജീവിക്കുന്ന കാലമായിരുന്നു. സ്കൂളിൽ പോകുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ സങ്കടം തോന്നാറുണ്ട്. പിന്നെ തോന്നും, ഇതിനു മാത്രം എന്താണ് അവിടങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നതെന്ന്. അങ്ങനെ എന്തെങ്കിലും മാതൃകാപരമായി പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം എന്താണ് എനിക്ക് മുന്നിൽ ഇങ്ങനെ തലകുത്തി നിൽക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. വഴങ്ങിയാലും വാഴിക്കില്ല എന്ന ഒരു വാശി പോലെ. ബാലവേല നിർത്തിച്ച സർക്കാർ എന്നെ ബാലമന്ദിരത്തിൽ പണ്ടൊന്ന് ചേർത്തതാണ്. തല്ലിപ്പഴുപ്പിക്കുന്ന പഴങ്ങളൊന്നും കൂടുതൽ മധുരിക്കില്ല എന്ന ബോധം പോലും അവിടുത്തെ അധ്യാപകർക്ക് ഉണ്ടായിരുന്നില്ല. തക്കൻ കിട്ടിയപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ 116ാമത്തെ കുട്ടി ഞാനായി. അന്നെനിക്ക് പ്രായം 13 തെരുവിലെ ലഹരി കച്ചവടത്തിലും പെണ്ണുങ്ങൾ തന്നെ ചുക്കാൻ പിടിച്ച് നടത്തുന്ന അവരുടെ വാണിഭ കമ്പോളത്തിലും എൻ്റെ പങ്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയത്. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ആ കാലയളവിൽ തന്നെയാണ് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങുന്നത്. അതുമായുള്ള സമ്പർക്കം എൻ്റെ ചിന്താഗതിയെ വളരെ സ്വാധീനിച്ചു. അന്ന് ചുരുക്കം ചിലരുടെ കൈകളിൽ മാത്രമേ അത് ഉള്ളൂവെന്നതും ശ്രദ്ധേയമാണ്. മനുഷ്യൻ അവൻ്റെ സുമുഖമായ ജീവിതത്തിനായുള്ള ഊർജിതമായ അന്വേഷണങ്ങൾ അഗ്നി കയ്യിൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അന്ന് അതാണ് രാശിയുടെ തലവര മാറ്റിയ വിപ്ലവമെങ്കിൽ ഇന്നത് ശാസ്ത്രബോധത്തിൻ്റെ ഉൽപ്പന്നമായ മിടുക്കൻ മൊബൈൽ ഫോണുകൾ തന്നെയാണ്. ഇനിയൊരു തലമുറയ്ക്ക് ആ സന്തത സഹചാരിയെ കൂട്ടുപിടിക്കാതെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കില്ല. സുഹൃത്തായി കണ്ടാൽ ആ കണ്ടുപിടുത്തം മനുഷ്യനെന്നും മുതൽക്കൂട്ടാണ്. പിറകിൽ നിന്ന് കുത്തി ആപത്തിലേക്ക് തള്ളിയിടുമെന്ന് കണ്ടാൽ ഏത് ബന്ധവും പോലെ ഇതിൽ നിന്നും അകന്നു നിൽക്കാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രയാസങ്ങളൊക്കെ പലവട്ടം പലയിടത്തു വെച്ചും എന്നെ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടലിൻ്റെ കടുത്ത വെയിലിൽ ഉരുകുമ്പോഴെല്ലാം ആരെങ്കിലും കൂട്ടിനായി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കാറുമുണ്ട്. എവിടെയും സ്ഥിരതയില്ലാത്ത ഞാൻ ആരോട് പറയാൻ? ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൻ്റെ സുഖം പ്രത്യേകമായി തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു. കൂട്ടം തെറ്റിയാലും കൂട്ടത്തിൽ ആഹ്ലാദിച്ചാലും എല്ലാവരും തനിയേ എന്ന് തന്നെയാണല്ലോ വാസ്തവം. അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അമ്മയോട്ട് പറഞ്ഞിട്ടുമില്ല. അമ്മയോടൊപ്പമുള്ള എൻ്റെ ഓർമ്മകളെല്ലാം പലതരത്തിലുള്ള ലോറികളിലാണ്. എത്രയോ ലോറികളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ചലിച്ച് എവിടെയെങ്കിലും അത് ഓരെ നിർത്തിവെക്കും. എന്നെ തൻ്റെ സീറ്റിലേക്ക് ഇരുത്തിയിട്ട് ഡ്രൈവർ അമ്മയുമായി ലോറിയുടെ പിറകിലേക്ക് കയറും. പിടിവിടാതെ മോൻ ഇതിൽ കളിച്ചോ എന്നും പറഞ്ഞ് എൻ്റെ കൈകളെടുത്ത് വളയത്തിൽ വെക്കാൻ അമ്മയൊരിക്കലും മറക്കാറില്ല. അമ്മയുടെ വരുമാന മാർഗം എന്താണെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊന്നും അന്ന് എനിക്കുണ്ടായതുമില്ല. അറിഞ്ഞിട്ടും പ്രത്യേകിച്ചൊരു സങ്കടമോ ദേഷ്യമോ അമ്മയോട് എനിക്ക് തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല എന്നത് തന്നെയാണ് സത്യം. എൻ്റെ അമ്മയെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല എന്ന പരമമായ സത്യം. ഒരിക്കൽ അമ്മ പതിവ് തെറ്റിച്ച് എന്നെ ഒരു കടയുടെ മുന്നിലെ ബെഞ്ചിലിരുത്തിയിട്ടാണ് നിർത്തിയിട്ട ലോറിയിലേക്ക് കയറിപ്പോയത്. ആ ലോറി പോയതിൽ പിന്നെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളുമെന്ന ധൈര്യത്തിലായിരിക്കണം അമ്മയന്ന് പോയത്. ഒരു യാത്രാമൊഴി പോലെ പോകാൻ നേരം എൻ്റെ മുഖം അമ്മ പൊതിഞ്ഞെടുത്തിരുന്നു. അതിൽ തുരുതുരാ ഉമ്മകൾ തന്നിരുന്നു. ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് അവിടങ്ങളിലെല്ലാം പൊള്ളും. ആ പൊള്ളലിലും അമ്മയോട് ഞാൻ നന്ദി പറയാറുണ്ട്. ജനിച്ചപ്പോൾ തന്നെ മണ്ണിട്ട് മൂടാതിരുന്നതിനും എത്ര വളർന്നാലും വളർത്തിക്കൊണ്ടേയിരിക്കുന്ന രക്ഷിതാവാകാതിരുന്നതിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയാറുണ്ട്. സ്വയം തെണ്ടിത്തിന്നാനുള്ള വളർച്ച എത്തിയോ എന്ന് മാത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിയെ
അമ്മയിൽ അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിലും എല്ലാം ഒരു ഊഹമാണല്ലോ. അമ്മയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു തെരുവ് തണ്ടിയുടെ കുമിള പോലെയുള്ള ഊഹങ്ങൾ. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ.